അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വ്യോമസേനയുടെയും അതുപോലെ തന്നെ നാവികസേനയുടെയും ഒപ്പം കരസേനയുടെയും വിന്യാസം വലിയ തോതിൽ എന്തായാലും ആ മേഖലകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൈനിക വൃത്തങ്ങളിൽ നിന്നും പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും വരുന്ന സന്ദേശങ്ങൾ പ്രകാരം ഇന്നത്തെ രാത്രി ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പ്രകോപന ശ്രമം ഉണ്ടാകുമെന്നുള്ള ഒരു അനുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു അതടക്കം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് എന്തായാലും ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില മുൻകരുതൽ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഡ്രോണുകൾ തകർക്കാൻ ഉപയോഗിച്ചിരുന്ന S-400 മിസൈലുകൾ, അതിനോടൊപ്പം തന്നെ ആകാശ് മിസൈൽ സിസ്റ്റം ബറാക്കേറ്റ്, അതായത് ഇസ്രായേൽ നിർമ്മിത മിസൈലുകളാണ് ബറാക്കേറ്റ് എന്ന് പറയുന്നത്, അത് ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. ഈ 3 മിസൈൽ സിസ്റ്റംസും വലിയ തോതിൽ ഉപയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അധിക സോഴ്സുകൾ അല്ലെങ്കിൽ അധിക മിസൈലുകൾ ഇപ്പോൾ ഈ പറയുന്ന തന്ത്രപ്രധാന മേഖലയിൽ ജമ്മുവിലും മറ്റിടങ്ങളിലെല്ലാം തന്നെ കശ്മീർ താഴ്വരയിലും അടക്കം ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. ഇനിയും ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ളൊരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിർത്തിയിൽ, അതായത് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്താണെങ്കിൽ അവിടെ കരസേന നിലയുറപ്പിച്ചിരിക്കുന്നു. വലിയ തോതിൽ ഷെല്ലിങ്ങോ അതല്ലെങ്കിൽ ആർട്ടിലറി വെടിവെപ്പോ ഇനി ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷണൽ ഫ്രീഡം കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി സൈനികർക്ക് അവിടെയുള്ള ബറ്റാലിയൻസിനും ലോക്കൽ സംഘങ്ങൾക്കും നൽകിയിട്ടുണ്ട്. അവർ തിരിച്ചടിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 തരത്തിലുള്ള കാര്യങ്ങളാണ്, സുരക്ഷാ വിന്യാസമാണ് ഇന്ന് രാത്രി ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. ഒന്ന്, ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള കരസേനയുടെ വിന്യാസം, അവിടെ തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇനിയും ഷെല്ലിങ്ങും അതല്ലെങ്കിൽ ആർട്ടിലറി ഫയറിങ്ങും ഉണ്ടെങ്കിൽ. രണ്ടാമത്തേത് ജമ്മു വിമാനത്താവളത്തിൽ അടക്കമുള്ള മേഖലകൾ, അതുപോലെ തന്നെ സാംബ അന്താരാഷ്ട്ര അതിർത്തി, പഞ്ചാബിൻ്റെയും ഗുജറാത്തിൻ്റെയും രാജസ്ഥാൻ്റെയും അതിർത്തി മേഖലകൾ, ഇവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഡ്രോൺ വേദ മിസൈലുകൾ, ഈ ഏരിയൽ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ, വ്യോമ പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് വന്നിരിക്കുന്ന സന്ദേശം. അതായത് തിരിച്ചടിയും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇന്ന് രാത്രി വേണമെങ്കിൽ കൂടുതൽ ഡ്രോണുകൾ പാകിസ്ഥാൻ്റെ പല നഗരങ്ങളിലേക്കും അയക്കാൻ സാധിക്കും എന്നുള്ളൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ എന്തായാലും ഉണ്ട്. നേരത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കാര്യാനെ സംബന്ധിച്ച്. അതിൽ സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ സ്ഥിരീകരിക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ടും പറയുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ഈ കാര്യാൻ്റെ കാര്യങ്ങൾ അധികം എടുത്തു പറയാത്തത്. പക്ഷേ അവിടെ ഇത്തരത്തിൽ പാക് മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രദേശവാസികളും മിസൈൽ കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഈ ഡ്രോണുകൾ കണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അതിനെന്തായാലും നാളത്തോടെയായിരിക്കും സ്ഥിരീകരണം കേന്ദ്ര പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും ഉണ്ടാവുക. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ചില ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ ജാഗ്രത പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് എല്ലാ ഉദ്യോഗസ്ഥരോടും ജീവനക്കാരോടും എല്ലാം തന്നെ ലീവുകൾ റദ്ദാക്കി തിരിച്ചു വരാൻ പറഞ്ഞിരിക്കുന്നു. പുതിയ ലീവുകൾ കൊടുക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ വേണ്ടിയിട്ടുള്ള സർവ്വ സന്നാഹവും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിർത്തിയിൽ നമ്മളെ കാക്കാൻ വേണ്ടി സൈനികരുണ്ട്. അതല്ലാതെ കേന്ദ്രം ഇടപെട്ടുകൊണ്ടുള്ള മറ്റ് എല്ലാ സന്നാഹങ്ങളും ഇവിടെ രാജ്യത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്.